റാമിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അധ്യാപക അധിക്ഷേപത്തിനെതിരെയുള്ള അന്വേഷണം അതിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇതിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടുകാരുടെ മൊഴിയെടുക്കുകയാണ്. ജിബിൻ JB വിവരങ്ങളുമായി ചെയ്യുന്നു. ജിബിൻ, പോലീസ് അന്വേഷണം അതിവേഗത്തിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടുകാരോട് പ്രധാനമായും ചോദിച്ചറിയുന്നത്? ഈ പറഞ്ഞ പരാതി വന്നത് മുതൽ പോലീസ് കേസ് ചേർത്ത് വെക്കാൻ ശ്രമിച്ച ലോൺ ആപ്പ് ആരോപണം കൊണ്ട് അവിടെ കിടപ്പാണ്. അത് തന്നെയാണ് സുഹേൽ. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് നിതിൻ രാജ് കോളേജിലേക്ക് എത്തിയ സമയം മുതൽ ഉള്ള പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചക്കരയ്ക്കൽ CI ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അല്പസമയം മുമ്പ് നെടുമങ്ങാടുള്ള നിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തിയത്. കാരണം ഈ സെപ്റ്റംബർ മാസം നിതിൻ രാജ് 2025 സെപ്റ്റംബർ മാസമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് BDSനായി ചെല്ലുന്നത്. ആ സമയം തന്നെ ഏകദേശം 1.5 മാസത്തിന് ശേഷം തന്നെ മൃഗീയ റാഗിങ്ങിനിടെ നിതിൻ രാജ് പഠനം പോലും ഉപേക്ഷിച്ച ഈ നെടുമങ്ങാടുള്ള വാടക വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് വീട്ടിൽ ഏറെക്കാലം നിന്നതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്നതും എടുത്തു പറയണം. കാരണം വീട്ടിൽ നിന്ന സമയത്ത് അടച്ചു പൂട്ടിയ ഒരു മുറിയിലായിരുന്നു നിതിൻ രാജിന്റെ താമസം. കാരണം കോളേജിൽ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങൾ നിതിനെ ആ നിലയിലേക്ക് എത്തിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അന്ന് ഉണ്ടായ സംഭവം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് നിതിൻ രാജിന് പഠനം ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് ഡോക്ടർ ആകണമെന്നുള്ള ഒരു സ്വപ്നവുമായി കോളേജിലേക്ക് പോയൊരു വിദ്യാർത്ഥി അന്ന് പഠനം ഉപേക്ഷിച്ച് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വീട്ടിൽ വന്ന് നിന്നത് എന്താണെന്ന് അവർ ചോദിച്ചറിയണം. അവിടെയാണ് ഇത് പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് വീട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണ്. കാരണം ഈ കുടുംബത്തിന്റെ ഏക ഒരു മാർഗം, അതായത് ഭാവിയിലെങ്കിലും ഈ കുടുംബത്തിന് ഒരു കര കയറാമെന്ന് മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത് ഈ 21 വയസ്സുകാരെല്ലാം. അതുകൊണ്ട് തന്നെ പിന്നീട് വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് നിതിൻ രാജ് വീണ്ടും പഠനത്തിന് വേണ്ടി കോളേജിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് വീണ്ടും തുടരെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മോശം സമീപനങ്ങൾ നിതിൻ രാജിന് നേരെ ഉണ്ടായിരുന്നത്. നിതിൻ രാജിന്റെ കാര്യം മാത്രമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം, അതായത് ഇന്ന് രാവിലെ ഒരു 11 മണി വരെയും നമുക്ക് നിതിൻ രാജിന്റെ കാര്യം മാത്രമാണ് അറിയാമായിരുന്നത്. പക്ഷെ പിന്നീടാണ് കൂടുതൽ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ എക്സാമിനറും ഒക്കെ കോളേജിൽ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം നിതിൻ രാജ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. കാരണം ഇത് ഈ കോളേജിൽ ജോയിൻ ചെയ്തത് മുതൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായി സഹോദരങ്ങളെ നിതിൻ രാജ് അറിയിച്ചിരുന്നു. എല്ലാ ദിവസവും 2 സഹോദരിമാരാണുള്ളത്. നിതിൻ രാജ് ഒരു പ്രതീകം മാത്രമായിരുന്നു. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സമാന അനുഭവങ്ങൾ നേരിട്ട് എത്ര വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നത്. ഇത്രയും കാലം ഇവരൊക്കെ കൊണ്ടു നടന്ന മൗനം അതുകൂടി നിതിൻ രാജിന്റെ ആത്മഹത്യ കാരണമായി എന്ന് അല്പം വിഷമത്തോടെ പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.